ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ABC ജ്യൂസ് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും, എന്നാലും അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ABC ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെയാണ്. ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു ജ്യൂസിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഒരു ആപ്പിൾ ഫുള്ളായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്, ഫൈബർ ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റിലാണെങ്കിലോ വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, പിന്നെ പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമാണ്. കാരണം ഈ ജ്യൂസിൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, ഒരു ബീട്രൂട്ടിൻ്റെ ഹാഫ് മാത്രം എടുത്താൽ മതി. പിന്നെ ബീട്രൂട്ടിലാണെങ്കിൽ ധാരാളം മിനറൽസ് ആണുള്ളത്, വൈറ്റമിൻ സി, എ, പിന്നെ അയൺ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ABC കോംബോ ശരീരത്തിൽ എത്തുമ്പോൾ എത്രത്തോളം ഗുണം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. ഒരു കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ABC ജ്യൂസ് പ്രധാനമായിട്ടും കഴിക്കുന്നത് സ്കിന്നിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ്. സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും പിന്നെ സ്കിന്നിലെ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനും ഈ ABC ജ്യൂസ് നല്ല ഹെൽപ്പ് ചെയ്യും. ഈ ജ്യൂസ് സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഹൈ BP കുറയ്ക്കാനും അതേപോലെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താനും അതേപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ തന്നെ നല്ലതാണ്. ശരിക്കും നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിത് ഡെയിലി ഒന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ 2-3 ദിവസമൊക്കെ ആയിട്ടോ ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ജ്യൂസ് നന്നായിട്ട് അരഞ്ഞു വന്നാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേന് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഓൾറെഡി ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ചെറിയൊരു മധുരം ഉണ്ടാകും. അപ്പോൾ അത് പോരാ എന്ന് തോന്നുന്നവർക്ക് കുറച്ച് തേന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്, കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൽ പഞ്ചസാര അത്ര നല്ലതല്ല. ഇനി അടച്ച് വെച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇത് അരിക്കാതെ കുടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാകും ഏറ്റവും നല്ലത്. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാവും അത് കുടിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അരിച്ചിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം അവർക്ക് ഫുഡിൽ നിന്നും ചിലപ്പോൾ വേണ്ടത്ര വൈറ്റമിൻസും മിനറൽസും ഒന്നും തന്നെ കിട്ടില്ല. കുട്ടികളല്ലേ വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ നല്ല മടിയുള്ളവരായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ജ്യൂസാക്കി കൊടുത്താൽ അത് അവരുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.